കണ്ണിന് മുമ്പിൽ എത്ര പ്രതികൂലത്തിൻ്റെ സാഹചര്യമാണെങ്കിലും, എത്ര ഇമ്പോസിബിളായ സിറ്റുവേഷൻ ആയാലും അതിൻ്റെ നടുവിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിലേവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. എസ്കേൽ പ്രവചന പുസ്തകം 37 അധ്യായം അതിൻ്റെ 10 വാക്യം ദൈവവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. എസ്കേൽ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ 37 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഒരു അസ്ഥികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു താഴ്വരയിലേക്ക് പ്രവാചകനെ ദൈവം കൊണ്ട് നിർത്തിയിട്ട് ആ സാഹചര്യത്തെ നോക്കി പ്രവചിക്കുവാൻ പ്രവാചകനോട് ദൈവം പറയുകയാണ്. തനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല, പക്ഷെ ദൈവം തന്നോട് പറഞ്ഞ വാക്ക് കേട്ട് സാഹചര്യത്തെ നോക്കി തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന അസ്ഥികളെ നോക്കി എസ്കേൽ പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ ഒരിക്കലും മാനുഷികമായ ബുദ്ധിയിൽ നമുക്ക് ചിന്തിക്കുന്നു അപ്പുറമായ ഒരു ദൈവ പ്രവൃത്തി എസ്കേലിന്റെ ശബ്ദത്തിലൂടെ ദൈവത്തിന്റെ വാക്കിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എങ്ങനെയാണ് അസ്ഥികൾ സൈന്യമായി മാറുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലൈഫിനകത്ത് എത്ര പ്രതീക്ഷകൾ അറ്റുപോയ വിഷയമായാലും, എത്ര മരിച്ച വിഷയമായാലും, എത്ര സെപ്പറേറ്റഡ് ആയ സാഹചര്യങ്ങളാണേലും, വിശ്വാസത്തോടെ ദൈവം പറയുന്ന വാക്കിൻ്റെ മുമ്പിൽ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മുടെ ശബ്ദമുയർത്തി നമ്മൾ ചിലത് പ്രൊഫറ്റിക്കലി ഡിക്ലെയർ ചെയ്താൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ ദൈവം തെളിയിക്കാനായിട്ട് ഇടയായിത്തീരും. അതാണ് ഈ എസ്കേൽ പ്രവചനം 37 അധ്യായത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രാരംഭ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു: അസ്ഥികളെ നോക്കി പ്രവാചകൻ പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും വലിയ ഒരു ഗ്രേറ്റ് ആർമിയാക്കി, ഒരു സൈന്യമാക്കി ദൈവം അതിനെ മാറ്റാൻ തുടങ്ങി. ഇന്ന് നിന്റെ കണ്ണിന് മുമ്പിൽ എത്ര പ്രതികൂലത്തിൻ്റെ സാഹചര്യമാണെങ്കിലും, എത്ര ഇമ്പോസിബിളായ സിറ്റുവേഷൻ ആയാലും അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിളിച്ചു പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശബ്ദത്തിനകത്ത് ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്ന ദൈവം അവിശ്വാസപ്പെട്ടിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന നമ്മുടെ വിഷയത്തിനകത്ത് ജീവനെ കൈമാറി ഒരു വലിയ ദൈവപ്രവൃത്തിയാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും മരിച്ചുപോയി, അല്ലെങ്കിൽ എൻ്റെ വിഷയത്തിനകത്ത് ഇനി ഒരു എഴുന്നേൽപ്പില്ല, എൻ്റെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു, പ്രത്യാശിക്കാൻ ഒരു ഭാഗവും ഇല്ല എന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ എസ്കേൽ പ്രവചിച്ചത് ഓർത്തുകൊണ്ട്, എസ്കേൽ പ്രവചിച്ച ദൈവശബ്ദത്തെ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നമ്മുടെ താഴ്വരയിൽ ആകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ, നമ്മുടെ അസാധ്യതകളുടെ നടുവിൽ ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിൽ പ്രവചിക്കുക, വലിയ അത്ഭുതങ്ങളെ കാണുക, ഒരു വലിയ സൈന്യമാക്കി കർത്താവ് വിഷയത്തെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി വിശ്വസിക്കുന്നു. God bless you all. Have a blessed day. Amen.